നമസ്കാരം, ഞാൻ ഡോക്ടർ ശാലിനി കൃഷ്ണ, ഇംകോപ്സ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസറാണ്. എങ്ങനെയുള്ള തലവേദനയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഇതുവരെ തലവേദനയൊന്നും വന്നിട്ടില്ലാത്തവരിൽ പെട്ടെന്ന് തലവേദന വരികയോ അവർ ഈ പെയിൻ കില്ലറൊക്കെ കഴിച്ചിട്ടും അത് മാറുന്നില്ലെങ്കിൽ അത് ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. കൂടാതെ തലവേദനയ്ക്കൊപ്പം ഛർദിൽ, ഫിറ്റ്സ്, ഒരു വശത്തൊരു ബലക്കുറവ് പോലെ തോന്നുക, ബോധം നഷ്ടപ്പെടുക, കാഴ്ച മങ്ങുക, കേൾവിക്കുറവ്, പെരുമാറ്റത്തിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ, നടക്കാനുള്ള ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഇനി നമുക്ക് മൈഗ്രെയിനെ പറ്റിയിട്ട് സംസാരിക്കാം. ഈ മൈഗ്രെയിൻ കാരണം കഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റിനുമുണ്ട്. സാധാരണയായിട്ട് ഈ തലവേദന വരുന്ന തലയുടെ ഒരു പകുതി ഭാഗത്താണ് വരാറുള്ളത്. ചിലർക്ക് ഒരു വിങ്ങലോട് കൂടിയ തലവേദന വന്നിട്ട് 2 മണിക്കൂർ മുതൽ 3 ദിവസം വരെ നീണ്ടു നിൽക്കാം. ഇതിൽ ചിലർക്ക് ഓക്കാനം, ഛർദിൽ, വെളിച്ചം, ശബ്ദം, ഗന്ധം തുടങ്ങിയവയോടൊക്കെയുള്ള ഒരു അസ്വസ്ഥതയും ഇതിനോടൊപ്പം കാണാം. ഇനി 1/3 വിഭാഗം ആളുകൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഓറ കാണുന്നതായിട്ടും അനുഭവപ്പെടാറുണ്ട്. ഈ ഓറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല നിറങ്ങൾ, പല രൂപങ്ങൾ, അതൊരു വിഷ്വൽ സെൻസറി ആയിട്ട് വരുന്ന ഒരു പ്രതിഭാസമാണ്. തലവേദന ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഒരു സൂചനയായിട്ടും ഇതിനെ കാണാം. ചിലർക്കാണെങ്കിൽ ഛർദ്ദിച്ച് കഴിയുമ്പോൾ ഈ വേദന മാറുന്നതായിട്ടും കാണാറുണ്ട്. സിദ്ധ ചികിത്സയുടെ കാഴ്ചപ്പാടിൽ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു രോഗമാണിത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയാണിത്. ഉദാഹരണമായിട്ട് ചിലർക്ക് എണ്ണയൊക്കെ വെച്ച് കുളിച്ചിട്ട് വെയിൽ കൊണ്ടാൽ, അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വൈകിയാൽ, അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്നാൽ, ചിലർക്ക് ദൂരെ യാത്രയൊക്കെ ചെയ്തതിന് ശേഷം, ചിലർക്ക് ഈ പ്രോപ്പറായിട്ട് അവർ ഉറങ്ങിയില്ലെങ്കിൽ, കൂടാതെ മറ്റു ചിലർക്കാണെങ്കിൽ തിയേറ്ററിലൊക്കെ പോയിട്ട് ഫിലിമൊക്കെ കാണുക, അല്ലെങ്കിൽ ഒച്ചത്തിലുള്ള സൗണ്ടൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലുള്ള അസ്വസ്ഥതകളൊക്കെ വരാം. പിന്നെ ചിലർക്കാണെങ്കിൽ ചില ഭക്ഷണങ്ങൾ, അതായത് ഈ ഐസ്ക്രീം, ചോക്ലേറ്റ്, കഫീൻ അടങ്ങിയിട്ടുള്ള മറ്റു ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാലൊക്കെ ഇതുപോലെ തലവേദന വരാം. പിന്നെ സ്ത്രീകൾക്കാണെങ്കിൽ മെൻസസിനോട് അടുപ്പിച്ചോ അല്ലെങ്കിൽ മെൻസസ് നിൽക്കാറാകുമ്പോഴൊക്കെ ഈ ഒരു അസ്വസ്ഥത വരാം. നമ്മുടെ ഭാരതീയ ചികിത്സാ രീതിയുടെ ഒരു അടിസ്ഥാന തത്വം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണോ ഒരു രോഗത്തിന് അല്ലെങ്കിൽ ഒരു ശാരീരിക അസ്വസ്ഥതയ്ക്ക് കാരണമാകുന്നത്, ആ കാരണം മനസ്സിലാക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇപ്പോഴുള്ള അസ്വസ്ഥത മാറുന്നതിന് മാത്രമല്ല, പിന്നീട് ഈ അസ്വസ്ഥത ഉണ്ടാവാതിരിക്കാനും സഹായിക്കും.